സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റു മരണം. ഇടുക്കിയിൽ കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിയാണ് മരിച്ചത്. മാങ്ങ പെറുക്കാൻ വീടിന് സമീപത്ത് ഇറങ്ങിയപ്പോൾ പാമ്പ് കടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പാമ്പ് കടിയേറ്റ് ഇന്നലെ സംസ്ഥാനത്ത് രണ്ടാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരാഴ്ചക്കിടെ പാമ്പ് കടിയേറ്റു മരിക്കുന്ന ഏഴാമത്തെയാളാണ് വിശാലാക്ഷി. തളിപ്പറമ്പ് പട്ടുവം സ്വദേശി 65-കാരി നബീസ ഇന്നലെ രാവിലെ മരിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നബീസയ്ക്ക് പാമ്പിന്റെ കടിയേറ്റത്. ശംഖുവരയൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചതെന്നാണ് വിവരം. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതേസമയം കൊല്ലത്തും ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. രാമൻകുളങ്ങര സ്വദേശി സുദേവനാണ് പാമ്പ് കടിയേറ്റത്. ഇന്നലെ രാവിലെയാണ് സംഭവം. പരിസരം വൃത്തിയാക്കുന്ന ജോലിക്കിടെ കാലിൽ പാമ്പ് കടിച്ചു. ചുരുട്ടയാണ് കടിച്ചതെന്നാണ് വിവരം. ഉടൻ തന്നെ സുദേവനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. സുദേവൻ നിലവിൽ നിരീക്ഷണത്തിലാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ കേരളത്തിലെത്തിയ വിനോദസഞ്ചാരിക്കും പാമ്പ് കടിയേറ്റു. ചെറായിയിലെ റിസോർട്ടിലെത്തിയ കോയമ്പത്തൂർ സ്വദേശി ഷർമിളയ്ക്കാണ് ഇന്നലെ രാവിലെ കടിയേറ്റത്. കാൽ വിരലിലാണ് കടിയേറ്റത്. മഞ്ഞാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഷർമിളയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കായംകുളത്ത് എരുവയിൽ 15-കാരിയെ പാമ്പ് കടിച്ചിരുന്നു. കുട്ടി നിലവിൽ നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വിവരം. അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. തളിപ്പറമ്പ് പട്ടുവത്ത് മറ്റൊരു വയോധികയ്ക്ക് കൂടി പാമ്പ് കടിയേറ്റു. കവുങ്കൽ നമ്പ്രോത്ത് വീട്ടിൽ നാരായണിക്കാണ് വീടിന്റെ പരിസരത്ത് വെച്ച് ചുരുട്ട മണ്ഡലയുടെ കടിയേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് വീട്ടുപരിസരം വൃത്തിയാക്കുകയായിരുന്ന നാരായണിയുടെ കൈക്കാണ് കടിയേറ്റത്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. പാമ്പ് കടിയേൽക്കുന്നവർക്കുള്ള ആന്റിവനം ലഭ്യമായ ആശുപത്രികളുടെ പട്ടിക പുറത്തുവിട്ടതുകൊണ്ട് കാര്യമില്ലെന്നും മതിയായ ചികിത്സാ സംവിധാനം ഒരുക്കണമെന്നും സർക്കാർ ഡോക്ടർമാർ പറയുന്നു. പാമ്പ് വിഷമേറ്റ് ദിനംപ്രതി മരണങ്ങൾ സംഭവിക്കുകയും അതിൽ പലതും താലൂക്ക് ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചുകൊണ്ടാണെന്ന് ആക്ഷേപം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാർ രംഗത്തെത്തിയത്. താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ വെന്റിലേറ്ററും ICUവും കൃത്യമായ നിരീക്ഷണ സംവിധാനവും സജ്ജമല്ലെങ്കിൽ ആന്റിവനം നൽകുന്നത് രോഗിയെ അപകടത്തിലാക്കും. മാരകമായ അലർജി റിയാക്ഷനുകൾ മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെടുത്തും. തീവ്രമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള സൗകര്യങ്ങളും വേണം. ജീവൻ രക്ഷാ ഉപകരണങ്ങളും മുഴുവൻ സമയ ഡോക്ടർമാരും വേണം. ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം പോലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വെന്റിലേറ്ററും ICUവും വേണം. രോഗിയെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഡോക്ടർമാർ താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിൽ ഇല്ലെന്നും അതിനാലാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യുന്നതെന്നും KGMO പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.